Johnny, Johnny, Johnny. Why you gon' let your money? Papa Bharanam Vendappa, ഇത് New York life Vendappa. We are New York boys, Papa. Sorry, Papa. Johnny, Money, Johnny. Hello everyone and welcome to Cutie the Beauties of Presence Comedy Masters, powered by Amritaveni Light Skit, co-powered by Rajakumari Group. നമ്മൾ ജെൻസി വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ നമ്മൾ അല്ല നമ്മൾ ചേച്ചി കാര്യം പറയാ ഫ്ലോറിൽ ജെൻസിയും റൂമിൽ തൈലോ ആയിക്കോട്ടെ. പക്ഷെ നമ്മളൊരു ഫ്ലോറിൽ നിൽക്കുമ്പോ ആ വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ. സാധാരണ ലേഡീസ് ഫസ്റ്റ് എന്നാണ് പറയുക, പക്ഷെ ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഞാൻ ഒറ്റയടിക്ക് അൻവറിൽ നിന്നുമാണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. മിസ്റ്റർ അൻവർ, എന്തോ എന്നാണ് വിശേഷം? ചുള്ളനാണല്ലോ കാണുന്നതല്ലേ, എല്ലാം സ്കിൻ കെയറിന്റെ ഒരു ഗുണം. കല്യാണി പറയട്ടെ, ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്നിട്ട് എന്നാ തോന്നുന്നു? മൊത്തത്തിലൊരു വെളിച്ചം, എവിടെ നോക്കിയാലും വെളിച്ചം. അത് ബ്ലാക്ക് ഔട്ട് ആയതാണോ? അതെ അതെ. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറയുമ്പോഴേക്കും ശരിയാവും. ഓക്കെ അഖിൽ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ, ഭയങ്കര സംശയമാണ് എനിക്ക്. നിങ്ങളുടെ ചിലപ്പോൾ ഈ പെൺകുട്ടികൾ തീർത്തു തരാൻ പറ്റുമായിരിക്കും. പറഞ്ഞോ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കാണാറുണ്ട്, ന്യൂ ജനറേഷനിലുള്ള പെൺകുട്ടികൾക്ക് ഇച്ചിരി ഏജ് കൂടിയ ആൾക്കാരോടാണ് ക്രഷ് തോന്നാറ്. അതായത് മനസ്സിലായോ? നിങ്ങൾ ഇത് കാണാറില്ലേ? എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, ഹോപ്പ് ഉണ്ടോന്ന് അറിയാനാ? കോപ്പുണ്ട്. അത് ചിലപ്പോ 40+ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ജീവിതാനുഭവങ്ങൾ കൂടുതലായിരിക്കുമല്ലോ, പ്രായ കൂടുതലാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇമോഷണലി അവര് തകർന്നിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി എന്ത് വേണം എന്ത് വേണ്ട എന്ന് കുറച്ചുകൂടി ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് ചിലപ്പോ 40+ ആയ ആൾക്കാർക്കായിരിക്കാം, കുറച്ചുകൂടി ഏജ് ആയ ആൾക്കാർക്കായിരിക്കാം. ഞാനൊരു കിടിലൻ ക്വസ്റ്റ്യൻ തരട്ടെ. ഞാനാണേ, ഇപ്പൊ യൂട്യൂബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്നത് ഈ യൂട്യൂബേഴ്സിനെ വെച്ചിട്ടാണ്. മുഖ്യമന്ത്രി മുതൽ എല്ലാ വകുപ്പുകളും വേണം. നിങ്ങൾ ആരെയൊക്കെ ആക്കും? എന്റെ താല്പര്യം പറയുവാണെങ്കിൽ പണ്ട് തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് കൊണ്ടുവരുന്നത് M4 Tech, ജിയോ മച്ചാൻ, പ്രവീൺ അവരുടെ ചാനലാണ്. അപ്പൊ ഞാൻ അവരുടെ പേരായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രിയായിട്ട്. നമുക്കിനി ആഭ്യന്തരത്തിലേക്ക് കടക്കാം. ആഭ്യന്തരം നിക് വ്ലോഗ്സ് ആണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നേ. കാരണം കുറെ കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോ നിക് വ്ലോഗ്സ്. കല്യാണി ചേച്ചി എല്ലാം അവിടെ നോക്കും. ആണോ കല്യാണി? എന്താ കല്യാണി ചേച്ചി? അതെന്താ ചേച്ചി അങ്ങനെ? എന്റെ അടുത്ത് എല്ലാം പോവും. അതൊരു എന്തായിരുന്നു? ചേച്ചി ഓടും ചാടും, എയറിൽ പോവും. എയറിൽ പോവാൻ മിടിക്കുകയാണ്. എയറിൽ പോകുന്ന കാര്യം, യെസ്, വാക്കുകളാൽ അമ്മാനമാടി എയറിൽ പോകുന്ന ഒരു വ്യക്തിയാണ് കല്യാണി. പ്രത്യേക കഴിവാ, ഇടയ്ക്കിടയ്ക്ക് പോവും. ഗതാഗതം ഞാൻ ഒറ്റ പറയട്ടാ, ഇവൾക്ക് ഇവളുടെ ഭർത്താവിനൂടെ കൊടുക്കും. ശ്രീവിദ്യക്കും രാഹുലിനും കൂടെ. കാര്യം അറിയാമോ? തിരുവനന്തപുരം കാസർഗോഡ്. ഇപ്പൊ ഈ മറ്റേ വോൾവോ ബസ്സുകാരില്ലേ, ഈ പലയിടത്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് ഇവളെയും രാഹുലിനെയാണ് വിളിച്ചത്. കാര്യം തൊട്ട് അതെ, നിങ്ങൾ തൃശ്ശൂർ ബ്ലോക്ക് ഉണ്ടോ? ഇനി വനം വകുപ്പ്. കാർത്തിക് സൂര്യ എല്ലാം പോവും. എല്ലായിടത്തും പോയില്ലേ, എല്ലായിടത്തും പോയി ഒക്കെ ചെയ്യും. എവിടെയായാലും ജീവിച്ചു പോക്കോളും. ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളെ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പം ഈ ആൾക്കാരെ കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇതിലും ഭേദം കണ്ടന്റ് ഉണ്ടാക്കില്ല ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മള് പല രീതിയിലുള്ള കോണ്ടന്റ് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈല് കണ്ടിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ്സ് ഒത്തിരി വരാറുണ്ട്. നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ റീലിൽ കാണുന്നതല്ല റിയൽ ലൈഫ്. അപ്പോൾ നമ്മളുടെ ജീവിതമാണ് നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ജീവിതം ആസ്വദിക്കാൻ ചിലപ്പോൾ മറന്നുപോകും. ഇപ്പം എന്റെ കോണ്ടന്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സെൽഫ് ലവ്, സ്കിൻ കെയർ, അങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്പെടണം, മറ്റുള്ളവര് എന്ത് പറയും ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കരുത്. അപ്പൊ അതിലൊരു മാറ്റം വരുത്താൻ പറ്റിയാൽ നിങ്ങൾ തന്നെ വിചാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ഇങ്ങനെ ജിൽജിലായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് കുറെ കുട്ടികളൊക്കെയും ഇങ്ങനെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എങ്ങാനും നമ്മൾ ഇതിൽ സക്സസ് ആവുമോ എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ വൺ സക്സസ് ആയാലും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ പഠിക്കുന്ന പ്രായത്തിൽ നമ്മൾ ആ ഒരു ഡിഗ്രി ഒരു ബലമാണ് നമുക്ക്. അപ്പോൾ അതും കോണ്ടന്റ് ക്രിയേഷൻ കൂടെ ഒന്നിച്ച് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇനി നമ്മുടെ കണ്ടന്റ് ഒക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുത്താലോ? ചിരിപ്പിക്കണ്ടേ? ബാറ്ററി ഒക്കെ റെഡിയാണോ? പറഞ്ഞു പറഞ്ഞു നമ്മളങ്ങ് സമയം പോയത് അറിഞ്ഞില്ല. എങ്കിൽ ചിരിക്കാൻ റെഡി ആയിക്കോ. ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അച്ഛാ, ഈ പാവാട കൂടാരത്തിൽ പ്രഭാകരൻ ഒരു ചായ ചോദിച്ചിട്ട് ടിവിയിൽ 3 പരസ്യം കഴിഞ്ഞു. എവിടാ ചായ? അവള് കൊണ്ടുവരും അച്ഛാ. എപ്പോ കൊണ്ടുവരും ചായ? കൊണ്ടുവരുന്നുണ്ടോ അച്ഛാ? അച്ഛാ ചായ എടുത്തോണ്ട് പോടി, ടൈമിംഗ് എടുത്ത ചായ. അച്ഛാ, ആദ്യം ഞാൻ ഒരു ചായ ഇട്ടപ്പോ അതിന്റെ പാല് പിരിഞ്ഞു പോയി. ഇത് രണ്ടാമത് ഉണ്ടാക്കിയ ചായയാണ്. തർക്കുത്തരം പറയുന്നു എന്നോട്. പാവാട കൂടാരത്തിൽ പ്രഭാകരനോട് തർക്കുത്തരം പറയുന്നു. അച്ഛാ, അച്ഛൻ എന്താണ് ഇങ്ങനെ? ഞാൻ ഇങ്ങനെ പാവാട കൂടാരത്തിൽ പ്രഭാകരൻ ഇങ്ങനായി പോയി. ചേട്ടാ, ഞാൻ ഇനി ഈ ചായ എന്ത് ചെയ്യും? അച്ഛൻ ഈ ചായ കുടിക്കുമോ? ഈ ചായ കുടിച്ചാൽ അച്ഛന്റെ ദേഷ്യം മാറുമോ? ഈ ചായ കുടിക്കുന്നതോടെ എന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഈ ചായ കുടിച്ചാൽ എന്റെ കുടുംബം തകരുമോ? ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കഥ. പാവാട കൂടാരം. ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ഏതോ കണ്ണീർ സീരിയലിന്റെ എപ്പിസോഡാണെന്ന്. പക്ഷെ അല്ല, ഇതാണ് ഞാൻ കെട്ടിക്കേറി വന്ന എന്റെ കുടുംബം. ഇപ്പൊ പോയില്ല എന്റെ ഭർത്താവും അങ്ങേരുടെ അച്ഛനും. ഒടുക്കത്ത സീരിയൽ പ്രാന്ത് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത സീരിയൽ പ്രാന്ത്. അതുകൊണ്ടാണ് എന്നെ ഈ വേഷം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത്. ചേച്ചി, കല്യാണം കഴിഞ്ഞ് 3 മാസമായി ചേച്ചി. ഇതുവരെ എന്നെ എന്റെ ഇഷ്ടത്തിനുള്ള ഒരു ഡ്രസ്സ് ഇടാൻ സമ്മതിച്ചിട്ടില്ല. അവര് പറയണ ഞാൻ എപ്പോഴും ഇങ്ങനെ സീരിയലിന്റെ കഥാപാത്രമായിട്ട് ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ ഒരുങ്ങി നടക്കണമെന്നാണ് പറയണേ. എന്തിനു ചേച്ചി, ഒരു നൈറ്റ് പോലും ഉറങ്ങുമ്പോൾ ഒരു നൈറ്റ് പോലും എന്നെ ഇടാൻ സമ്മതിക്കൂല. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മെനിങ്ങാന്ന് വിഷമിച്ച് ഇവിടെ ഇരുന്നപ്പോഴേ ഒരു പയ്യൻ എന്നെ നോക്കി വിളിച്ച് ചോദിക്കാണ്, ചേച്ചി ഈ ഫ്ലോട്ട് കൊടുക്കണ ഉത്സവം കഴിഞ്ഞ് കൊണ്ടുവരാൻ. അത് മാത്രമല്ല, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ചിട്ട് എന്നെ പൊക്കിക്കൊണ്ടു പോയിട്ട് ഈ സ്വർണം മുഴുവനും വിറ്റ 1 കോടി രൂപ എന്തായാലും കിട്ടും. ഉയിര് മേടിച്ചാണ് ഞാൻ ഈ വീട്ടിനകത്തിരിക്കണത്. ഇതാണ് ഇവിടത്തെ അടുത്ത സീരിയൽ അഡിക്റ്റ്, ഞങ്ങളുടെ അമ്മണി പശു. ഇവര് സീരിയൽ കാണുമ്പോ ഈ ജനാല വഴി അവള് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടിപ്പൊ എപ്പിസോഡ് കണക്കിനാണ് ചാണകം ഇടുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ രാത്രി ചാണകം ഇട്ടെന്ന് വെച്ചോ, പിറ്റേ ദിവസം കാലത്ത് അതേപോലെ തന്നെ പിന്നെയും ചാണകം ഇടും. ഞാനപ്പൊ ആലോചിക്കും, ഇതെന്താ റീടെലികാസ്റ്റിംഗ് ചാണകം? ഒരു അവസ്ഥ ആലോചിക്കണം ചേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ ഇവരെ കുടുംബത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമേ, ഞാൻ പറയുന്നു സ്റ്റീഫന്റെ ഗർഭമാണ്. അല്ല അച്ഛാ, സുമേഷിന്റെ ആണ് അച്ഛാ. സ്റ്റീഫന്റെ ഗർഭമാണ്. അല്ല അച്ഛാ, സുമേഷിന്റെ ആണ് അച്ഛാ. സ്റ്റീഫന്റെ ഗർഭമാണ്. അച്ഛാ, ഞാൻ പറയണ കേൾക്കണം. ആദ്യമായിട്ട് സ്റ്റെല്ല കല്യാണം കഴിച്ച ആരാ? രതീഷ് കല്ലറ. രതീഷ് കല്ലറ കളഞ്ഞിട്ട് പോയപ്പോഴാണ് സ്റ്റീഫൻ പ്രേമം പറഞ്ഞ് വന്നത്. പിന്നെ സുമേഷ് കല്യാണം കഴിച്ചു. അപ്പം സുമേഷിന്റെയാണ് ഗർഭം. അല്ല, സ്റ്റീഫന്റെ ഗർഭമാണ്. സുമേഷിന്റെ ഗർഭം. അച്ഛാ, അല്ല, നിങ്ങൾ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? സിന്ദൂർ ചെപ്പ് സീരിയലിലെ സ്റ്റെല്ലയുടെ ഭർത്താവ് സ്റ്റീഫന്റെ ഗർഭം. അവള് ഗർഭമാണെന്ന് പറഞ്ഞ് ഛർദിച്ചിട്ട് 1.5 കൊല്ലമായി. പ്രസവിച്ച് കഴിയുമ്പോ 5 കൊല്ലം എന്തായാലും ആവും. എന്നിട്ട് പോരെ നിങ്ങളുടെ ഈ തർക്കം? പക്ഷെ എന്തായാലും സുമേഷിന്റെ സ്റ്റീഫന്റെ ആണേ. സുമേഷിന്റെ ഒന്ന് നിർത്തുവോ? ഒന്ന് കുറച്ച് റിയാലിറ്റിയിലോട്ട് വാ. അയ്യോ, റിയാലിറ്റി ഷോയ്ക്ക് റേറ്റിംഗ് ഇല്ല, സീരിയലാണ് റേറ്റിംഗ്. അതല്ല പറഞ്ഞത്, കുറച്ചും കൂടി ഒന്ന് നമ്മുടെ കുടുംബ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് അതിനൊന്നും ഇപ്പൊ നേരമില്ലല്ലോ. നിങ്ങൾ ഭയങ്കര സീരിയൽ അഡിക്റ്റ് ആണ് രണ്ടുപേരും. നമ്മള് പറഞ്ഞേട്ടാ, സീരിയൽ അടിച്ചെന്ന് 10 വർഷമായിട്ട് ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണുന്ന ഞാൻ സീരിയൽ അടിച്ചു. ജനിച്ച അന്ന് മുതൽ അച്ഛൻ്റെ 6 മണി തൊട്ട് 9:30 വരെ ഇരുന്ന സീരിയലാണ് ഞാൻ.
സീരിയൽ അഡിക്റ്റ്. നീയാണ് അടിച്ച് നീയാണ് അഡിക്റ്റ്. നീയാണ് അടിച്ച് നമ്മളല്ല ഞാനാണ് അഡിക്റ്റ്. ഞാനാണ് അഡിക്റ്റ്. ശരി, സമ്മതിച്ച് ഞാനാണ് അഡിക്റ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാ ഇത്ര വോളിയം വേണ്ട, കുറച്ച് വോളിയം കുറയ്ക്കും. കുറച്ച് വോളിയം കുറയ്ക്കും. കുറച്ച് വോളിയം കുറച്ചും കൂടെ. എനിക്കൊരു അതിപ്പിടി മതി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കിങ്ങനെ സീരിയൽ കഥാപാത്രത്തിനെ പോലെ വേഷവും കെട്ടി നടക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഞാൻ നൈറ്റ് ഇട്ടിരിക്കും. അവളെന്താ പറഞ്ഞത്? ഞാൻ ഇടും. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കരയാൻ പോകാൻ കടപ്പുറത്തിനക്കരെ എന്ന സീരിയലിലെ നന്ദിനെ പോലെ ഇവിടെ വില്ലനിസം കളിച്ച ഇത് നിന്റെ വീട്ടിലായിക്കോണം. ഇതെന്റെ വീടാണ്. അച്ഛാ, എനിക്ക് നെഞ്ചുവേദന എടുക്കണ്ട. ഈശ്വര, എന്റെ അച്ഛന്റെ നെഞ്ചുവേദന മാറുമോ? അച്ഛന്റെ നെഞ്ചുവേദന അറ്റാക്കായി തീരുമോ? ഈ അറ്റാക്കിൽ അച്ഛൻ അങ്ങ് മേലോട്ട് പോകും. അല്ല, ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു. അങ്ങനെ ഓളത്തിൽ പറയണ്ട. എന്നോട് വേറെ നീ ഗുളിക എടുത്ത്. അയ്യോ, ഗുളിക എടുത്തിടാം. പക്ഷെ നിന്റെ നൈറ്റി അതിനെ ഇടിയിപ്പിക്കൂടി. ഞാനാണ് നിന്റെ ഭർത്താവെങ്കിൽ ഈ വീട്ടിൽ നീ നൈറ്റ് ഇടില്ലടി. എടാ, എന്ത്? നീ ആ മതിലിന്റെ അപ്പുറത്തിരുന്ന് ഇത് നോക്കി ചിരിച്ചോണ്ടിരുന്നോ? നിന്റെ അടുത്ത് ഞാൻ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തരാൻ പറഞ്ഞില്ലേ? അല്ലേ ഇത് കണ്ടാ പിന്നെ ഇങ്ങനെ ചിരിക്കായിരിക്കും. മെഗാ എപ്പിസോഡ് ആണെങ്കിൽ ഇവിടെ ഓരോ കഥ നടക്കുന്നത്. ഞാൻ അത് പരിഹാരം ഉണ്ടാക്കി. ഞാൻ ഒരു ഒരു പോലീസിന്റെ കേസ് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ഈ ചെറിയ ക്രിമിനേടി ഉള്ളവന്മാർക്ക് പോലീസുകാരെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു വിരട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ശരിയാവും. അപ്പൊ ഒന്ന് വിളിക്കോടാ നീ. ഞാൻ നില്ല. വരാൻ പറയടാ. ഞാൻ നമ്മളെ അരുവിക്കര CI എടുത്ത് ഞാൻ വിളിച്ചു. ഒരു സെക്കൻഡേ. സാറേ, അഖില് രണ്ട് തെറി. അല്ല, ആ കേസല്ല സാർ, ഇത് വേറെ എന്റെ കാര്യമല്ല. പിന്നെ സാറേ, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള രണ്ട് മറ്റേ സീരിയൽ കാണുന്ന രണ്ട് പ്രാന്തന്മാരും പറഞ്ഞല്ലേ സാറേ, അമര സാറൊന്ന് വരട്ടാന്ന് ഏറ്റിരുന്ന് അത് തിരക്കാ. ഓക്കെ താങ്ക് യു സാർ. മറ്റത് ഞാൻ വന്ന് പെറ്റി അടച്ചോളാം. താങ്ക് യു സാർ. ഇത് CI ഒരു കേസുമായിട്ട് ഇവിടെ പോവാണ്. പക്ഷേ ഈ കേസ് ഡീൽ ചെയ്യാൻ വേണ്ടി വേറൊരു പോലീസുകാരനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി. ആണോ? പുള്ളി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള കാര്യത്തിന് പുള്ളി സൂപ്പറാണ്. ആണോ? വരും. എടാ വന്നും തോന്നടാ. നമസ്കാരം സാർ. ഞാൻ CI സാർ പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷെ യൂണിഫോം അത് യൂണിഫോമിൽ വന്നാൽ അവരോടും. അതുകൊണ്ടാണ് ഞാൻ മത്തിയിൽ വന്നത്. മത്തിയില്ല, മഫ്തിയിൽ വന്നത്. അല്ല, CI സാറ് പറഞ്ഞു ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് പേടിപ്പിച്ച് വിട്ടാമെന്ന് പറഞ്ഞു. എന്താ സംഭവം? സാറേ, വേറൊന്നും അല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇത് ഈ കോലത്തിലാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. എന്റെ ഇഷ്ടത്തിന് ഒരു ഡ്രസ്സും ഇവിടെ ഇടാൻ സാധിക്കുന്നില്ല. ഒരാൾക്ക് അവനവന്റെ ഇഷ്ടത്തിന് ഡ്രസ് ഇടാം. അതിന് നിയമമുണ്ട്. അത് ഞാൻ അവരൊന്ന് പേടിപ്പിക്കാം. വിളിക്കവരെ. പേടിപ്പിക്കണമെന്ന് ഞാൻ വേറൊന്നും ചെയ്യണ്ട. വേറെ ഒന്നും ചെയ്യില്ല. അവന്റെ ചകട നോക്കിയൊന്നും പൊട്ടിക്കും ഞാൻ. നന്നാവാനാണെങ്കിൽ 2 എണ്ണം കൊടുക്കില്ല. അവനെ വിളി. അതെ, ആരോ വന്ന് നിക്കണേ. ഞാൻ പറഞ്ഞത് സ്റ്റീഫന്റെ ഗർഭത്തിന്റെ കേസ്. സ്റ്റീഫന്റെ ഗർഭം. നിന്റെ ഭാര്യയല്ലടാ അവള്. നിന്റെ ഭാര്യയല്ലേ അവള്. അവൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇട്ട എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കാണുന്നവരെ, ഇതാരടോ തന്റെ വരുമ്പോഴല്ലേ അവൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ് ഇട്ട എന്താ കുഴപ്പം? അടിച്ചിട്ട് കാരണം ഞാൻ വെക്കും. ഡോക്ടർ ജഗൻ. കണ്ണീർ മഴ സീരിയൽ എപ്പിസോഡ് നമ്പർ 14. ഓട്ടോ ഡ്രൈവർ മുത്തു. ചിങ്കിരിക്കോട സീരിയൽ. രാഷ്ട്രീയക്കാരൻ രാമു. കിടന്ന പായി കാണാനില്ല. കണ്ടക്ടർ ബാബു. എന്റെ പൊന്നുമോനെ, ഒരു കാര്യം ചോദിച്ചിട്ട്, ചെറിയ ചെറിയ സീരിയലില് ചെറിയ വേഷം ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെങ്ങനെ മനസ്സിലായി? നമ്മൾ വിചാരിച്ച ആളെന്നല്ലേ? അതാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആളാണ്. നമ്മൾ ആദ്യം സീരിയൽ തന്നെ അടുത്ത് കണ്ടത്. ചേട്ടാ എനിക്കൊരു ആൾക്കാരാണ് എല്ലാം തള്ളിക്കറി വരില്ലേ? എനിക്ക് ചേട്ടാ, എനിക്ക് കരയാൻ പോവാൻ കാട്ടുകുളത്തിലെന്ന് പറഞ്ഞൊരു സീരിയൽ. ആ സീരിയലിൽ മറ്റേ കോടതിയിൽ നിങ്ങൾ ഒരു വക്കീലായിട്ട് അഭിനയിച്ചത്. ശോഭ എന്ന് പറഞ്ഞൊരു നടി, നിങ്ങൾ ഒരു നായിക, നിങ്ങൾ നിരപരാധിയായിട്ട് കോടതി ഇറക്കി വിട്ട്. ഓർക്കണ്ട് ആ ഡയലോഗ് ഒന്ന് പറയാൻ എനിക്ക് രോമാഞ്ചം വരാനാണ്. ഞങ്ങൾ ആരാധകർ സംസാരിക്കുമ്പോ ഇടയിൽ വന്നിട്ട് ആ സീൻ അഭിനയിക്കുമ്പോ എനിക്ക് രോമാഞ്ചം വന്നു. ചീപ്പ് കൊണ്ട് ഈരി ഭയങ്കര സെറ്റപ്പായില്ലേ. ഞാൻ പറയാം, മൈ ലോർഡ്, സ്ത്രീ
അമ്മയാണ്, പെങ്ങളാണ്, ദേവതയാണ്. അവളുടെ ഒരു തുള്ളി കണ്ണീർ ഈ കോടതിയിൽ വീണാൽ ഇവിടെ പുഴയാകും. പുഴ ചെന്ന് ചേരുന്നത് കടലാകും. കടലിൽ നിന്ന് സുനാമിയുടെ ചിങ്ങോട്ട് വരും. My lord. തെറ്റുകാരിയാണ് എന്റെ പ്രതി, my lord. സൂപ്പർ സാധനം കേട്ടോ, സൂപ്പർ ഡയറക്ടറില്ലേ കരഞ്ഞ് ക്യാമറ കട്ട് ചെയ്ത്. പക്ഷേ ഈ സൗണ്ട് ഇതല്ല. അല്ലല്ല സൗണ്ട് തല്ല സൗണ്ട് ഇതല്ല. സൗണ്ട് ക്ലബ് അല്ലേ വിളിച്ചാണ്? ആ സ്റ്റുഡിയോ പോയിട്ട് ക്ലബ് ഇല്ലേ? ക്ലബല്ല, ടപ്പിംഗ്. സംഭവം നല്ല അടിപൊളിയായിരുന്നു. സാറിനെ കാണാൻ പറ്റിയത് വലിയ ഭാഗ്യം. പിന്നെ ഇവിടെ വന്നത് ഇവിടെ വന്നേ. സാറേ ഞാൻ നീ ഒന്നും നിങ്ങളെ ആരാധകർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഭാര്യയെ ഡ്രസ് ഇടാൻ സമ്മതിക്കുന്നു, ഡേറ്റ് ഇടാൻ സമ്മതിക്കുന്നത് പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ഞാനാ ഞാൻ ഡ്രസ് ഇടാൻ സമ്മതിക്കില്ലെന്ന്. പ്രശ്നമല്ല, മറ്റേ ഇങ്ങനെ മാത്രമേ പറ്റുന്നുള്ളൂ എന്നാണ് ഞാൻ. ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വേഷത്തിന് എന്ത് കുഴപ്പം സാറേ? സാർ അങ്ങോട്ട് നോക്കിയാണ് താമര കുമ്പിളിലെ പ്രീതേ കണക്കല്ലേ സാറേ ഇരിക്കണത്? നല്ല ഡ്രസ്സല്ലേ സാറേ? കള്ളക്കേസാണ് സാറേ, കള്ളക്കേസ്. കള്ളക്കേസാണ്. ഇല്ല, സത്യത്തില് ഞാൻ എന്റെ പൊന്നു കുഞ്ഞെ, ഈ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകത്ത് മോളിട്ടാൽ അടിപൊളിയായിരിക്കും. ഇത് കണ്ടിന്യൂ ചെയ്യായിരിക്കും നല്ലത്. ഇത് മോശം. നെയ്റ്റ് വേണ്ടിട്ട് നെയ്റ്റ് ഇട്ട ദ്രോഹമായിരിക്കും. ഒരേ സാർ എന്താ ഉദ്ദേശിക്കണേ? സാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ എന്തിനാ? എന്നിട്ട് ഇവരെ ഉപദേശിക്കാൻ വേണ്ടിട്ടല്ലേ പറഞ്ഞു വിട്ടെ? ഈ ഡ്രസ് എന്താ മോശം? എനിക്ക് നൈറ്റ് ഇട്ടേ പറ്റൂ. നൈറ്റ് ഇടാൻ പറ്റൂല. എനിക്ക് നൈറ്റ് ഇട്ടേ പറ്റൂ. നൈറ്റ് ഇടാൻ പറ്റൂല. എനിക്ക് നൈറ്റ് ഇട്ടേ പറ്റൂ. പറ്റൂല. ഉറപ്പിച്ചാ? എന്നാ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയാം. നൈറ്റ് ഇടുന്നു. അങ്ങനെ വിട്ടുകൊടുത്ത എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടില് പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ് പോലും ഇടാൻ ഇവര് സമ്മതിക്കുന്നില്ല. എന്റെ വേഷം കണ്ടില്ലേ? എന്റെ വേഷം ഈ വേഷത്തിൽ നിൽക്കണമെന്ന് ഞാനാണ് സമ്മതിക്കുന്നത്. ഇതെന്റെ അമ്മായിയപ്പൻ. ഞാനാണ് സമ്മതിക്കുന്നത്. ഇതിന്റെ മുഖം എവിടെ? പോലീസുകാരൻ ഉപദേശിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഇത്ര നേരം അങ്ങനല്ലല്ലോ പറഞ്ഞിരുന്നത്. ഇത്ര നേരം അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ പെട്ടെന്ന് എന്തോ ഒരു മനമാറ്റം. എന്റെ പൊന്നുമോളെ, നൈറ്റിയാ ചുരിദാറാ നിനക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണം കേട്ടോ. പക്ഷെ ഇതേമാതിരി വീഡിയോ ഒന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടല്ലേ. എന്താ സോഷ്യൽ മീഡിയയിൽ ഇട്ടാല് ഞങ്ങൾക്കും ജീവിക്കണം. ഇവർ നന്നാകുമോ അതോ എന്റെ കൈക്ക് പണിയാകുമോ? ഒരു ഷോർട്ട് ബ്രേക്ക്. എനർജിയൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ. എന്നാൽ നമ്മൾ ഇനി വീണ്ടും ചിരിക്കാൻ പോവുകയാണ്. പക്ഷെ ഈ ചിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, പക്ഷെ ഇവർക്ക് അറിയില്ലായിരിക്കും. ഇനി നമ്മൾ ചിരിക്കുമ്പോൾ ചിരിക്കനുസരിച്ച് ഇവിടെ ബാറ്ററിയുടെ ചാർജും കൂടും. ഈ ലൈക്കും ഫോളോവേഴ്സ് ഒക്കെ കൂടൂലേ എന്ന് പറയുന്നവർ ഇവിടെ ഇപ്പൊ ബാറ്ററിയുടെ ചാർജും കൂടും. പക്ഷെ ബാറ്ററിയുടെ ചാർജ് ഒക്കെ കൂടി ഇവിടെ ഒരു എമൗണ്ട് വരും. ആ എമൗണ്ട് കിട്ടുന്നത് ഇവിടെ ചിരിപ്പിച്ച നമ്മുടെ ടീമിനായിരിക്കും. ചേച്ചി ബാറ്ററി ഓക്കെ അല്ലേ? ഓൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിനെ വിളിക്കാം. നമ്മൾ ഷുട്ടുമണി, കുട്ടുമണി എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ സുബീഷ്, അനന്തു ആൻഡ് ജെറേ. ഷുട്ടുമണി. റോഷ, എടാ റോഷ. എന്താ മാമ? ഒന്നുമില്ല, ഞാൻ ടേക്ക് ഓഫ് ഇട്ടില്ലേ. തുടങ്ങിക്കോ. താങ്ക് യു മാമ. അതെ, എന്റെ മാമനാണേ. പുള്ളിയുടെ കാമുകി ചെറുപ്പത്തിൽ പുള്ളിനെ വിട്ടിട്ട് പോയി. പാവം. അതെ, പിന്നെ പുള്ളി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലാന്നേ. പക്ഷെ ആൾക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കളാ. ഇപ്പൊ പുള്ളി പറയണത് പുള്ളിയുടെ കാമുകി എവിടെയും തിരിച്ചു വന്നാലാണ് ആ സ്വത്തുക്കളൊക്കെ പുള്ളിക്ക് എഴുതി കൊടുക്കണത്. സ്നേഹം കൊണ്ടാ. അടിച്ച് തല പൊളിക്കണ്ട അപ്പൊ മാപ്പിളടെ. ഞാൻ കഷ്ടപ്പെട്ട് 29 വയസ്സ് വരെ ജീവിച്ചിട്ട് എനിക്കൊരു അനന്തരവനാണെന്നുള്ള പരിഗണന പോലുമില്ല. ആ സ്വത്തുക്കൾ എന്തെങ്കിലും എന്റെ പേരിൽ എഴുതി വെച്ചൂടാ. ഇപ്പൊ അവർക്ക് കൊടുക്കുള്ളൂ. അത് ന്യായാണോ? ഞാൻ അതിനുള്ള ഒരു വഴി കണ്ടിട്ടുണ്ട്. ഇപ്പൊ വരും അതിനുള്ള സാധനം കണ്ടോ. റോഷ, ഒരു മിനിറ്റ് ചേച്ചി, എന്റെ കൂട്ടുകാരൻ വരും, എന്നാൽ ഈ പരിപാടി നടക്കുള്ളേ. എടാ റോഷ, ഇത് ഞാനാടാ. അയ്യേ സുബി, വീണ്ടും നീയാ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീ എന്റെ അച്ഛന്റെ വേഷം കെട്ടി വന്ന് അത് പൊളിച്ച് എനിക്ക് നല്ല ഇടി പിടിച്ചെന്ന്. ഇപ്പിനെ എന്താടാ?
റോഷ നീ അങ്ങനെ പറയരുത്. ഞാനിപ്പോൾ നിന്റെ കൂട്ടുകാരനല്ല, ഞാനിപ്പോൾ നിന്റെ ആന്റിയാ. അയ്യറാ, നീ ഒരു ആന്റി ലവറാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, നീ എന്താ നേരം വൈകിയേ? എന്റെ പൊന്നളിയെ ഒന്നും പറയണ്ട. ഞാൻ വരുന്ന വഴിക്ക് ഒരു പുള്ളിക്ക് ഹായ് കൊടുത്ത പിന്നെ ആ പുള്ളി എന്റെ പുറകിൽ നിന്ന് മാറണ്ടേ? എന്തൊരു വൃത്തികെട്ട നാടാണ് നമ്മളെ. ലജ്ജാപകം. ഏതാ ഞരമ്പൻ? നിന്റെ അച്ഛൻ അല്ല. അച്ഛൻ്റെ ഒരു കാര്യം അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എടാ നീ എന്തെങ്കിലുമൊക്കെ പ്ലാൻ കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നെ പ്ലാൻ കണ്ടിട്ടുണ്ടെന്നാ. നീ പുള്ളിയെ ഇങ്ങ് വിളിക്കും, ഞാൻ സെറ്റ് ചെയ്ത് തരാം. എടാ പുള്ളി വരുമ്പോ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. പുള്ളി അടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാനാ? നീ എങ്ങാനും ആണോ ഞാൻ പിന്നെ നോക്കാൻ. പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്? അടി മേടിക്കും കേട്ടോ നീ. അതായിരുന്ന എടാ ഞാൻ ഉദ്ദേശിച്ചതേ പുള്ളി വന്നു കഴിഞ്ഞാ നീ ഒന്ന് അട്രാക്ട് ചെയ്യ്. അങ്ങനെയാണ് കുഞ്ചി ചേർത്തി കൂമ്പിലിടിച്ചാലാ. അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അറ്റാക്ക് അല്ലടാ, ഒന്ന് അട്രാക്ട് ചെയ്യാൻ. അതെന്തോടാ സംഭവം? ഇപ്പൊ നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ സുബി, ഒരുപാട് നാളായി എന്റെ അങ്കിള് മാമീനെ കണ്ടിട്ട്. അതായത് ഇപ്പൊ നീ അപ്പൊ പുള്ളി നിന്റെ അടുത്തേക്ക് വരുമ്പോ ഒന്ന് തട്ടാനും ഒന്ന് മുട്ടാനും ഒന്ന് കൊഞ്ചിക്കൊഴയാനൊക്കെ നോക്കും. ആ സമയത്ത് നീ നൈസായിട്ടൊന്ന് ഇംപ്രസ് ചെയ്ത് കളാ. കൈയ്യട് മാറി നിക്ക്. എന്തേ? ഞാൻ വേണേ കായലി കക്ക വാരാൻ പോകും, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകും, അല്ല നറോട്ടിരുന്ന് പിച്ച തണ്ടാം. പക്ഷെ ഈ പണിക്ക് എന്നെ കിട്ടത്തില്ല. ഞാനും പുള്ളിയും കൂടെ എന്റെ പൊന്നു മോനെ, ഞാൻ നമ്മുടെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയണേ. അങ്ങനെയാണ് നീ പോയി ഇംപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ കൂടെ വിളി. പുള്ളിയാണ് ഇംപ്രസ് ചെയ്യാൻ മുട്ട് നടക്കും. എന്താണ് ഇങ്ങനെ? അതെ, മാമൻ വരുമ്പോ നീ ഒന്ന് സംസാരിച്ച് രമ്യതപ്പെട്ട് പുള്ളി ഒന്ന് സെറ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ. അത്ര ഉള്ള ഞാൻ കുറെ കിനാവുകൾ കണ്ടു. പുള്ളിയെ വിളിക്കാൻ. പുള്ളി ഇപ്പൊ വരുമോ? റോഷ, എന്താ മാമ? എന്താണ് അവിടെ ബഹളം? മാമന് സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട്. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണല്ലേ? അതല്ല മാമ, അല്ലേ മാമൻ ഒരുപാട് നാളെ കാത്തിരുന്ന മാമന്റെ പഴയ കാമുകില്ലേ വന്നിട്ടുണ്ട്. കൗസല്യ മാമി. എന്റെ കൗസു. കൊട്ടാരക്കെട്ടിലെ അന്തപുരത്തിലെ മോഹം അതിമോഹം. എന്റെ കൗസു എവിടെയായിരുന്നു ഇത്രയും നാള്? നീ വല്ലാണ്ടങ്ങ് തടിച്ചു. കൗസു എവിടെയായിരുന്നു ഇത്രയും നാള്? പറ. ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താ ഒരു ബീഡിന്റെ നാറ്റം? കുറച്ചുനാളി ബീഡി കമ്പനിയിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അതിന്റെ ആവും. ഒരുപാട് കഷ്ടപ്പെട്ടില്ല എന്റെ കൗസു. അത് സാരമില്ല, നമുക്കൊക്കെ മാറ്റിയെടുക്കാം. മദ്യത്തിന്റെ മണം ഉണ്ടല്ലോ. അത് ഞാൻ ഇടയ്ക്ക് ബിബ്രേജ് ഇടയ്ക്കിടയ്ക്ക് ബില്ലടിക്കാൻ പോകും. അതുകൊണ്ടാ ജീവിക്കണ്ട ഏട്ടാ. ജീവിക്കും എന്റെ കൗസു. എന്റെ കൂടെ ഈ ബംഗ്ലാവ് ജീവിക്കും. ഇനി കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വാ. കൗസുവിന് നമ്മുടെ ആ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മയുണ്ടോ? ചെറുതായിട്ടൊക്കെ. ഇല്ലേ, ഈ പൊന്നും മഠത്തിൽ രാമൻകുട്ടി ഏട്ടനെ കൗസു ഒരു ചെല്ലപ്പേര് കൂട്ടി വിളിച്ചിരുന്നല്ലോ. ആ പേരെന്ന് വിളിച്ചേ, ഞാനൊന്ന് കേക്കട്ടെ. എന്താടാ പേര്? എനിക്ക് അറിഞ്ഞൂടാ. പന്നപ്പട്ടി. പൊന്നൻകുട്ടി. എന്റെ കൗസുവിന്റെ പേരറിയാ. റോഷ, എന്റെ കൗസുവിന് എന്നെ തിരിച്ചറിഞ്ഞതാ. ഇത് തന്നെ എന്റെ കൗസു. അയ്യോ, എന്നാലേ ഞാൻ വേറെ ചോദിക്കട്ടെ. അന്ന് അവസാനമായി കൗസു എന്നോട് ബൈ പറഞ്ഞു പോകുമ്പോ എന്റെ ഈ കയ്യിലോട്ടൊരു സാധനം വെച്ച് തന്നു. ആ സാധനം ഏതാണെന്ന് പറഞ്ഞേ. എന്താണ്? തമ്പുരാനാണ്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണോ? ഞാൻ പോട്ടാ. ഫോട്ടോ. എന്റെ കൗസുവിന്റെ ഫോട്ടോ. അയ്യോ, എന്റെ കൗസുവിന് അത് ഓർമ്മയുണ്ട്. ഇല്ല, അത് ഞാൻ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. എവിടെ? ഇങ്ങോട്ട് വെച്ചാ ഞാൻ. നോക്ക്, എന്റെ കൗസുവിന്റെ ഫോട്ടോ നോക്ക്. എന്ത് സുന്ദരിയായിരിക്കുന്നു എന്റെ കൗസു അല്ലേ? നല്ല ചന്തം. ഇപ്പോഴും ഉണ്ട്. എന്താ ചന്തം? ഞാൻ വെച്ചേക്കാം. അത് മാത്രമല്ല, അന്ന് കൗസുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അത് ഞാൻ നുള്ളിപ്പറക്കി എന്റെ ഷെൽഫിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞ കൗസു, ഞാനൊന്ന് കേക്കട്ടെ? പറയാലോ. ഞാൻ
സത്യം ഈ വീട്ടിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കുന്നുമേ കുരുവായില്ല. കുന്നുകുരു. അയ്യോ, എന്റെ കൗസുവിന് എല്ലാം ഓർമ്മയുണ്ട്. അവളൊന്നും മറന്നിട്ടില്ല. അവൾ എന്നെയും കാര്യങ്ങളൊന്നും മറന്നിട്ട് അവള്. ഞാൻ എന്റെ കൗസിന് 2 ഉമ്മ തരട്ടെ. കണ്ണടേ മാമ മാമി ഒന്നില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ആ ആധാരം കൂടെ എഴുതി സ്വത്തുക്കളൊക്കെ കൊടുത്തരാ. മാമിക്ക് പോയി തിരക്കുണ്ടാവേ. മാമിക്ക് പോയിട്ട് ഒരു തിരക്കുമില്ല. നിനക്ക് തിരക്കുണ്ടെങ്കിൽ നീ ഇറങ്ങി പോടാ. അല്ലേ കൗസു? അതെ ഏട്ടാ. അല്ലേ ഫോൺ ഇവിടെ നിന്നോട്ടെ. എന്തിന്? മാമിക്കൊരു കൂട്ടായിട്ട്. മാമി കൂട്ടിന് മാമ ഉണ്ട്. നീ സ്വർഗത്തിലെ കട്ടുമാവാതെ ഇറങ്ങി പോടാ. അല്ലേ കൗസു? അതെ ഏട്ടാ. അല്ലേ മോൻ ഇവിടെ നിന്നോട്ടെന്നേ. പൊന്ന് കൗസു, ഈ കണ്ട സ്വത്തൊക്കെ കണ്ട സ്വത്തൊക്കെ ഞാൻ നിന്റെ പേരൊക്കെ എഴുതി വെക്കുന്നേ. ആ സമയത്ത് എന്താ നീ വാപ്പിളി ചെറുക്ക ഇവിടെ? ഒരു മിനിറ്റ്. എന്താ ഏട്ടാ? എന്റെ കൗസുവിന്റെ സ്വരത്തിന് തന്നെ എന്ത് മാധുര്യാന്നറിയാമോ? എനിക്കറിയാമായിരുന്നു കൗസു എന്നായാലും തിരിച്ചു വരുമെന്ന്. അങ്ങനെ തിരിച്ചു വന്നാൽ കൗസുവിന് തരാൻ വേണ്ടി ഞാനൊരു സാധനം മാറ്റി വെച്ചിരുന്നു. എന്താ ഏട്ടാ അത്? ഈ അരയിൽ കെട്ടാനൊരു പൊന്നരഞ്ഞാണം. ഇതെന്റെ എവിടെ കെട്ടാനാ? കൗസു അന്ന് പോകുമ്പോ ഇത്ര ഉള്ളായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോ ഇത്രയാകുമെന്ന്. അങ്ങനെയാണെങ്കിൽ കയ്യ ഇട്ടോളാം. എന്താ കയ്യ ഇട്ടോളാന്ന്? ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. കൗസിന് ഇപ്പോഴുണ്ട് സ്നേഹമുണ്ട് കള്ളി. എന്നില്ലേ ദേ ആ നിക്കുന്ന ചക്കര മാമ്പഴം കണ്ടോ? അന്ന് ആ മാമ്പഴം വേണമെന്ന് പറഞ്ഞ് കൗസു വാശി പിടിച്ച് കരയുമായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഇതുപോലെ തന്നെ ഇതുപോലെ കരയും. എന്റെ കൗസിന് എല്ലാം ഓർമ്മയുണ്ട്. സോറി കൗസു, ഞാൻ കണ്ടില്ല. വേദന മാറിയേ? അത് ഒത്തില്ല. എങ്കിലേ എന്റെ കൗസിനോട് എനിക്കുള്ള സ്നേഹം എത്രയാണെന്ന് അറിയാമോ? അതറിയണമെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. എന്റെ കൗസുവിന്റെ പേര് ഞാൻ എന്റെ ഈ നെഞ്ചിൽ പച്ച കുത്തിയിട്ടുണ്ട്. ശരിക്കും? എവിടെ നോക്കട്ടെ. കാണാം. അയ്യോ, ഇത് കൗസൊന്നല്ലോ, കക്കൂസൊന്നല്ലേ? അയ്യോ, ആ ബംഗാളി ചെറുക്കൻ പറ്റിച്ചതാ. അയ്യേ, ഞാൻ എന്ത് ചെയ്യും കൗസു? അതിന്റെ താടി 10 രൂപ കൂടെ എഴുതി വെക്കും. ഒരു ബിസിനസ് ആയില്ലേ? ഞാൻ നോക്കിക്കോളാം. കൗസുവിന് തമാശ കൂടുന്നുണ്ട് വന്ന് കള്ളി. ആ അതൊക്കെ പോട്ടെ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാം. ഇങ്ങോട്ട് താ, ഒന്ന് പൊക്കി തരൂ. ആ എന്നാലേ പണ്ട് നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചതൊക്കെ കൗസിന് ഓർമ്മയുണ്ടോ? ഇത് തീർന്നില്ലേടേ? മണ്ണപ്പൊക്കെ ആരെങ്കിലും തിന്നു തീർക്കാൻ പറ്റുമോ? അയ്യോ അങ്ങനെയല്ല ഏട്ടാ, ഏട്ടന്റെ ഈ പഴയ കഥകൾ തീർന്നില്ലേന്ന്. കൗസു, ആ കഥകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. ആ കഥകൾ തീരുമ്പോ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമല്ലേ? നല്ല കഥ. അത് അന്ന് നമ്മൾ ഈ മഞ്ഞപ്പൊക്കെ ചുട്ടേ കളിച്ചിട്ട് ക്ഷീണിച്ചിട്ട് പോയി ഒരുമിച്ച് കിടക്കുമായിരുന്നു. കൗസുവിന് ഇപ്പോഴത് ഓർമ്മയുണ്ടോ? അയ്യോ അതെനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? എന്റെ കൗസിനത് ഓർമ്മയില്ലേ? അപ്പൊ നമുക്ക് കിടന്ന് ഓർമ്മിച്ചെടുക്കാം. ഇങ്ങോട്ട് കട്ടിലും കാണൂല സമയത്ത് സോഫ കിട്ടി. വിടൂല. ദോശയും ചമ്മന്തിയൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. എന്താണ് നീ എന്നെ മാമര ചെയ്യണേ? ഇയാൾക്ക് നഷ്ടപ്രാന്താണ്. ഇയാളുടെ കാവുന്ന നാട് വിട്ടു പോയെന്നല്ല, ഇയാള് ചവിട്ടി വല്ല പൊട്ടക്കളി ചീട്ടായിരിക്കും. എന്റെ കൗസ് പെണങ്ങല്ലേ പെണങ്ങല്ലേ. ഞാൻ നിങ്ങളുടെ കൗസു അല്ല. ഇവൻ പറഞ്ഞിട്ട് വേഷം കെട്ടി വന്നോ? അപ്പൊ 2 പേരും കൂടെ എന്നെ പറ്റിയായിരുന്നല്ലേ? റോഷ, നീ ഇതൊക്കെ കണ്ട് മോളൊരാളിരിപ്പുണ്ടോടാ? ചോദിക്കും, നിങ്ങളോട് ചോദിച്ചിരിക്കും. നമ്മൾ എന്ത് അനീതന്മാരാടാ? അറിയാണ്ട് പറ്റണമല്ലേ? ഏട്ടാ ഞാൻ പോകാം. അത് പോട്ടെ ഏട്ടാ. എനിക്ക് നിന്നെ മതിയടി. നീ ഇങ്ങോട്ട് വാടി. എന്നെ കിട്ടിയില്ലേ വല്ല പൊട്ടക്കിഴി തപ്പണേടാ. നീ പോടാ.
ദിലീഷിന് എല്ലാ വേഷവും ചേരും ചേച്ചി. ശ്രദ്ധിച്ചേ, അവൻ ഗുണ്ടായിട്ട് വന്നപ്പോ ഗുണ്ടായിരുന്നു. ഇപ്പതേ ഇങ്ങനത്തെ എത്ര ആന്റിമാരെ നമ്മൾ കണ്ടിട്ടുള്ള ഞാനത് പറയാനിരിക്കായിരുന്നു. നമ്മുടെ ഈ ചുട്ടുപണിനെ ചില സ്ഥലങ്ങളിൽ കണ്ടുപരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബാലരമയില് ബോബനും മോളിയും ചേട്ടത്തിയും ആ ഒരു കാർട്ടൂൺ ഇല്ലേ, അതിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. ഒരു വീട്ടിലുള്ള ഒരു ആന്റിയുടെ ക്യാരക്ടർ, ഇതുപോലെ ഹെയർ സ്റ്റൈലും ഒരു ജിംകിങ് കമ്മലൊക്കെ ഇട്ടിട്ട് ബാലരമയിലുണ്ടായിരുന്നു. അത് ഇവൻ തന്നെ ആയിരുന്നു. അതുമായിട്ട് നല്ല സാമ്യത ഉണ്ട്. ഇവന്റെ ചെറിയ കുറെ എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. ചെറിയ സാധനങ്ങൾ അപ്പുറത്തൊക്കെ തിരിഞ്ഞിട്ട് ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം പറയണം, ഈ ഒരു ചാലഞ്ച് എടുത്തതിന് ഒരു വലിയൊരു കാര്യം. ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ 25,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. ക്ലിയർ ആണ്, 50% പെർഫോമൻസ് ഗുഡ് ആയിരുന്നു. ഇനി ജസ്റ്റ് ഫൈൻ ട്യൂണിങ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ ചിരിപ്പിച്ചിട്ടുണ്ട് ഇവര്. യെസ്, അപ്പൊ ഇതാ 25,000 rupees ക്രെഡിറ്റ് ആയിരിക്കാണ്. സന്തോഷത്തോടെ ഇത് വാങ്ങി പോവാ. അടുത്ത തവണ ബാക്കി 25 കൂടെ ആഡ് ചെയ്ത് 50,000 ഈ സ്റ്റേജിൽ നിന്ന് നിങ്ങൾ വാങ്ങേണ്ടതാണ്. ചേച്ചി, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക് ഭയങ്കര ഫേവററ്റ് ആണ്, ഒരുപാട് പേര് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തില് നമ്മുടെ ഷോ സ്ഥിരമായിട്ട് കണ്ട് കണ്ണൂരുള്ള ഒരു അമ്മയും മകനും കുറെ നാളുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഫ്ലോറിലേക്ക് വരണം, പെർഫോം ചെയ്യണം എന്നൊക്കെ. അങ്ങനെ അവരുടെ ആഗ്രഹം നടക്കാൻ പോകുന്ന നിമിഷത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടിപൊളിയല്ലേ? ബാറ്ററി സെറ്റ് അല്ലേ? ഓൺ അല്ലേ? അപ്പൊ നല്ല കൈയടി കൊടുത്തുകൊണ്ട് അവരുടെ ആഗ്രഹം സഫലമാകുന്ന ഈ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ണൂരിൽ നിന്നും ദീപ ചേച്ചിയും അഭിജിത്തും. വെൽക്കം. 3 മാസമായി ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോ പറയും ഓരോ പേപ്പർ കൊണ്ടുവരാൻ. ഒരു പേപ്പർ കൊണ്ടുവരെ പറയും ഇതല്ല അടുത്ത പേപ്പറാന്ന്. അടുത്ത പേപ്പർ കൊണ്ടുവരെ പറയും ഇതല്ല വേറെ പേപ്പറാന്ന്. ഇനി വേറെ പേപ്പർ കൊണ്ടുവരെ പറയും ഇതൊന്നുമല്ല ന്യൂസ് പേപ്പറാന്ന്. ഒന്നെങ്കിൽ ഞാൻ പറയുന്ന വില്ലേജ് ഓഫീസർ കേൾക്കണം, അല്ലെങ്കിൽ അവര് പറയുന്ന ഞാൻ കേൾക്കണം. ഇത് നമ്മൾ എന്തേലും പറഞ്ഞ ഒരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. നിങ്ങളെ പോലെ തന്നെ ഇത്രയും നേരം ഞാൻ ഇവിടെ ഒരുത്തൻ വായിട്ടലച്ചിട്ട് ഒരാളൊന്ന് തിരിച്ചോ. ഞാൻ ഊത്തപ്പൻ. എനിക്ക് ചില്ലറ ബ്രോക്കർ പണിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആർക്കെങ്കിലും കല്യാണമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞാ മതി. അയ്യോ, യവന്റെ കാര്യം മാത്രം ഓർമ്മിപ്പിക്കല്ലേ. യവന്റെ ഫോട്ടോ എന്ന് എന്റെ ഡയറി കയറിയോ അന്ന് തൊട്ട് ഇന്ന് വരെ ഒരൊറ്റ കല്യാണം പോലും നടത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഏതായാലും അതെന്റെ വിഷയമല്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ഉദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഒരു വില്ലേജ് ഓഫീസർ അതെവിടുന്ന അതെന്റെ മാഡം വന്നായിരുന്നോ? ഞാൻ മാഡത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുവായിരുന്നു. ചിന്തിച്ചത് ഞാൻ കേട്ടായിരുന്നു. മാഡം മേഡം പോകുന്നുണ്ടോ? ഈ കോമഡിക്ക് ഞാൻ ചിരിച്ചു തരാം. എന്റെ കാര്യം നടന്നല്ലേ പറ്റുള്ളൂ. മാഡത്തെ ഒന്ന് സോപ്പിട്ടേക്കാം. മാഡത്തിന്റെ പേരെന്നായിരുന്നു? എന്തിനാണോ? ഓ ചുമ്മാ. ചുമ്മാ തടം പറഞ്ഞു തരാം. കുയിലി. അപ്പൊ കാക്കക്കൂട്ടിലായിരിക്കും മേഡം മുട്ട ഇടുന്നത്. അതാണ് കുയിലി. മാഡത്തിന്റെ വീട്ടുപേരെന്നായിരുന്നു? എന്തിനാണോ? ഓ ചുമ്മാ. ചെത്തിയിൽ. അപ്പൊ ഈ കസേരയിലൊക്കെ ഇരിക്കുമ്പോ ഭയങ്കര വേദനയായിരിക്കുമല്ലോ. അല്ല, മേഡത്തിന്റെ മൂട് ആരാണ്ടോ ചെത്തി എന്ന് പറഞ്ഞു. എടോ, അതെന്റെ കുടുംബപ്പേരാ, മൂട് ചെത്തിയിൽ. ഓ, അതായത് ഇവരുടെ കുടുംബത്തിലുള്ള ആർക്കും മൂടില്ലെന്നർത്ഥം. ഇനി ഇവിടെ കിടന്ന് കൂടുതൽ വർത്താനം പറഞ്ഞാൽ എന്റെ ഉള്ള മൂട് പോകും. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞാൽ വേഗം കുടുംബത്തിൽ പോകാൻ. മേഡം, ഞാൻ ഊത്തപ്പൻ. അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്ന ഒരു ആധാരം പുതുക്കുന്നതിന് വേണ്ടിട്ടേ 3 മാസമായി ഞാൻ ഇവിടെ കേറി ഇറങ്ങുന്നു. ഈ ആധാരത്തിന്റെ അടിയാധാരം ഉണ്ടോ? അടി ഉണ്ടായോന്നോ? പനിയന്മാരുടെ നീ ആധാരം ഒന്ന് മേടിച്ചെടുത്തേ. അതിലാണ് എളിയനിയൻ മണല് വഴിപാടി എന്റെ കണ്ണിലേക്ക് എറിഞ്ഞത്. ആ മണല് കോരിയിട്ട ഞാൻ വീട് വെച്ച്. എന്നാ പിന്നെ 2 ചാക്ക് സിമെന്റ് 5-6 വെട്ടുകല്ലും കൂടി എറിയാൻ പറയാമായിരുന്നില്ലേ? അതെന്തിനാ? അല്ല, 2 വീടും കൂടെ വെക്കായിരുന്നല്ലോ. അതിന് ഞാൻ അവിടെ കോൺട്രാക്ട് വർക്കിന് പോയതല്ല, അടി ഉണ്ടാക്കാൻ പോയതാ. മിസ്റ്റർ കൊഴലപ്പം. മേഡം ഊത്തപ്പൻ. ഊത്തായാലും കൊഴലായാലും ആ
കുഴപ്പം തന്നെയല്ലേ അതെ എടോ എപ്പോഴെങ്കിലും ഈ സ്ഥലം പോക്കുവരവ് നടത്തിയതായിട്ട് ഓർക്കുന്നുണ്ടോ? അടി ഉണ്ടാക്കിയ പിന്നെ ഞാൻ അങ്ങോട്ട് പോക്കുവരവ് നടത്തിയിട്ടില്ല മേഡം. എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കറക്റ്റ്, അതിന്റെ കുഴപ്പമാ ഇതെല്ലാം. എടോ ഞാൻ ഇത് ശരിയാക്കി തരാം, പക്ഷെ തന്റെ അച്ഛനെ അടുത്തറിയാവുന്ന ആരെയും താ പോയി കൂട്ടിയിട്ട് വാ. എന്റെ പൊന്നു മേഡം, ഇതേ കാര്യം തന്നെയാ മേഡത്തിന് മുന്നേ ഇരുന്ന വില്ലേജ് ഓഫീസറും പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരം ആ സാറ് പറയാ ഇത് അമ്മയാന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരണം. ഞാൻ ആ സാറിന്റെ അമ്മയ്ക്കും വിളിച്ചു എന്റെ അമ്മേനെ എന്നിട്ട് ആ സർട്ടിഫിക്കറ്റും കൊണ്ടാണോ ഇന്ന് ഇവിടെ താൻ വന്നിരിക്കുന്നത്? ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ ജനിച്ച ആശുപത്രി ചെന്നപ്പോ ആ ആശുപത്രി പൊളിച്ചിരുന്ന സൂപ്പർ മാർക്കറ്റ് പണിതേക്കുവാ. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുവോ? ആ എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു പാക്കറ്റ് പയറും മേടിച്ച് വീട്ടിൽ പോയി. എന്തുകൊണ്ട് താൻ ആ ഒരു പാക്കറ്റ് പയർ മേടിച്ച സമയത്ത് തന്റെ പേരെടുത്ത ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നത്? ഞാനല്ല, എന്റെ അമ്മയാ. അതെനിക്കറിയാം, അതറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് ഈ കസാരയെ ഞാൻ ഇരിക്കുന്നത്. മുത്തപ്പ, താൻ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് താൻ പോയി തന്റെ പണി നോക്കും. വേഗം ചെന്ന്. മേഡം, ഞാൻ പണി 2 ദിവസമായിട്ട് ലീവിലാ. ഞാൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി ചില്ലറ പരിപാടി എടുത്തോണ്ടിരിക്കുക. അപ്പൊ തനിക്ക് എന്തായാലും കഴിവുണ്ടോ? കഴിവുണ്ടോന്നോ? ഞാൻ പെരുവരലുകൊണ്ട് മൂക്കേ പിടിക്കും. ദൈവം തമ്പുരാനെ, എന്നാ പിന്നെ ആ കഴിവ് നിങ്ങൾക്കെല്ലാം ഒന്ന് കാണണ്ടേ? കാണിച്ചു തരാം. പക്ഷെ ദൈവത്തെ ഓർത്ത് കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്. അപകടകരമായ ഒരു കർമ്മമാണിത്. കേട്ടല്ലോ, എല്ലാരും കണ്ടോളൂ. പെരുവരൽ കൊണ്ട് മൂക്കേ പിടിക്കാൻ പോകുന്ന പ്രവൃത്തി എങ്ങനുണ്ട്? കൊള്ളാം. എന്റെ ദൈവമേ, ഇതാണോ തന്റെ പെരുവിരൽ കൊണ്ടുള്ള മൂക്കേപ്പിടുത്തം? പിന്നെ തന്നെ ചെറുവിരളാ. ഇത് കണ്ടിട്ട് എന്റെ കണ്ണു തള്ളിപ്പോയി. ആരുടെയും കണ്ണ് ഇങ്ങനെ തള്ളുവോ? ആ, തന്റെ ഇതിനെ കഴിഞ്ഞും കൊള്ളാം എന്റെ ഇത്. അതൊക്കെ വിട്ടിട്ട് വേഗം എന്റെ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി താ. ശരിയാക്കി തരാം. തന്റെ അച്ഛന്റെ കുടിക്കിടപ്പ് എങ്ങനെയാ? തുണിയില്ലാതെ. തുണിയില്ലാതെയോ? ആ, അച്ഛൻ കുടി കഴിഞ്ഞിട്ട് തുണിയില്ലാതെ ഇങ്ങനെ മലന്ന് കേട്ടോ കേട്ടോ, മരവാഴ മനുഷ്യ. എന്നാ മേഡം? തന്റെ അച്ഛന്റെ കുടിയും കഴിഞ്ഞോളെ മലന്ന് കിടപ്പല്ല ഞാൻ ചോദിച്ചത്. എടാ കുടിക്കട, അങ്ങനെ ഒരു റെസിപ്റ്റ് ഉണ്ട്, അത് തന്റെ കയ്യിൽ ഉണ്ടോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടോന്നോ? അച്ഛൻ കുടിക്കാനാന്നും പറഞ്ഞുള്ള ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അതിന്റെയൊക്കെ റെസിപ്റ്റ് ഇപ്പൊ വീട്ടിൽ വന്ന് കിടക്കുവാ. കിടക്കാൻ ഇടയില്ലാഞ്ഞിട്ടായിരിക്കും. അതല്ല മേഡം, അച്ഛൻ എടുക്കല് മാത്രമേ ഉള്ളൂ, അടക്കലില്ല. അച്ഛനിപ്പോ എന്ത് ചെയ്യുന്നു? അച്ഛനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, അച്ഛനെ അടക്കി. എത്ര വർഷമായി മരിച്ചിട്ട്? 1 വർഷം. അതൊന്നും ഞാൻ നോട്ട് ചെയ്തോട്ടെ. ആയിക്കോട്ടെ. 1 വർഷം എന്നല്ലേ പറഞ്ഞത്? ആണാ 2 ആണാ? അതൊന്നും ഒന്ന് തന്നെയാണാ? ഏതായാലും ഇതിൽ 2-ലും ഏതോ ഒന്നാണ്. മേഡത്തിന് അത്രയ്ക്ക് അത്യാവശ്യമാണ്, ഒരു 3 അങ്ങോട്ടിച്ചോ. ഇത്തിരി ഗുമ്മിരിക്കട്ടെ. തന്തേനെ വെച്ചാണോ ഗുമ്മുണ്ടാക്കുന്നേ? എന്റെ ദൈവം, ഇയാളെ ഞാൻ അടക്ക പോട്ട്. അച്ഛന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിയായിരുന്നോ? റേഷൻ കാർഡ് എന്ന് അച്ഛന്റെ പേര് വെട്ടിയില്ല, പക്ഷെ അച്ഛന്റെ കർമ്മത്തിന് വേണ്ടി പറമ്പിൽ നിന്നൊരു തേക്ക് വെട്ടി. നന്നായി, അല്ലെങ്കിൽ ആ തേക്ക് വെട്ടി തനിക്കിട്ട് ഞാൻ അടിച്ചേനെ. മേഡം എങ്ങനെയാ ഈ പേപ്പറൊക്കെ ഒന്ന് റെഡിയാക്കി താ, ഞാൻ ഒന്ന് പെര പണിയട്ടെ എന്റെ പൊന്നു മേഡം. അയ്യോ, തന്റെ തോന്നിയാസത്തിനൊന്നും ഇവിടെ പെര പണിയാൻ പറ്റിയല്ല. ഞാൻ ഈ പറഞ്ഞ രേഖകളൊക്കെ കൊണ്ടുതന്നാ മാത്രമേ ഞാൻ ഇത് പാസ്സാക്കി തരുള്ളൂ. മേഡം പറഞ്ഞ രേഖയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുറ്റത്തോട്ട് നോക്കിയേ, എന്റെ കൊച്ചും അതിന്റെ കയ്യിലൊരു പ്ലെയിനും. കൊച്ചും പ്ലെയിനുമോ? ആ, മേഡം അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ പറഞ്ഞേ കൊച്ചും പ്ലെയിനും കൊണ്ടുവന്നാലേ പെര പണിയാൻ പറ്റത്തുള്ളൂ. എന്റെ ദൈവമേ, എന്നെ അങ്ങ് കൊല്ലിയാണ്. തന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് തല കറങ്ങുവാ. ഞാൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞാൽ ഇയാളോട് ഞാൻ സ്കെച്ചും പ്ലാനും അല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ, കൊച്ചും പ്ലെയിനും കൊണ്ടുവന്നേക്കുവാ. ഇങ്ങനെയാണെങ്കിൽ ഇയാളുടെ അച്ഛന്റെ അഡ്രസ് ചോദിച്ചാൽ മിക്കുള്ള അപ്പന്റെ ഡ്രസ്സും പൊക്കി അയാൾ ഇവിടെ വരും. അയ്യോ, ഇങ്ങനെ ഒരു കിഴങ്ങനെ എന്റെ ദൈവമേ. മേഡം അങ്ങോട്ട് മാറി നിന്നേ. തന്നെ എങ്ങനെ ഒഴിവാക്കാന്ന് ഞാൻ ഇവിടെ തലകൊഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക. എന്നാ വേഗം വേണം, എനിക്ക് പോയിട്ട് ഇത്ര ധൃതിയോളോ. അന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ആയിക്കോട്ടെ മേഡം. കിട്ടി. മേഡം ഇവിടെ നിക്കേ. ഉത്തപ്പൻ ചേട്ടാ, ചേട്ടനോട് ഞാൻ ഒരു കാര്യം പറയാം. ചേട്ടൻ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ചേട്ടൻ ഇപ്പൊ വീട്ടിൽ പോ, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് 3 മാസം കഴിഞ്ഞിട്ട് വാ. വന്നാൽ അപ്പം ഞാൻ പറയും പോയിട്ട് 4 മാസം കഴിഞ്ഞിട്ട്. അതെന്നാ ചപ്പിളിച്ച് വർത്താനാന്നേ മരവാഴ പെണ്ണുമ്പിള്ള നിങ്ങൾ ഈ പറയുന്നേ? ഇവരെന്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവാ, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവാ. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാന്നുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് താ. അന്നേരം ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങോട്ട് ഒരു തുണ്ട് കടലാസിനി തനിക്ക് ഞാൻ ഇവിടുന്ന് തരികല. അത് ഉറപ്പാണോ മേഡം? ഉറപ്പാ. ഉറപ്പല്ലേ? എന്നാ മേഡത്തിന് നാളെ രാവിലെ ഒന്ന് എന്റെ കൂടെ ലീവ് എടുത്തിട്ട് എന്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റും? എന്തിന്? മേഡം എന്റെ അമ്മ തളർന്നു കിടക്കുക, അമ്മേനെ ഒന്ന് നടത്തിക്കാൻ വേണ്ടിട്ടാ. അതിന് ഞാൻ ഡോക്ടർ അല്ല, വില്ലേജ് ഓഫീസറാ.
ഇപ്പൊ ഡോക്ടർമാരെക്കാട്ടിലും നന്നായിട്ട് ആൾക്കാരെ നടത്തിക്കുന്നത് വില്ലേജ് ഓഫീസർമാരാ. എന്നാ പിന്നെ താൻ ഇപ്പൊ പോ. 2 ആഴ്ച കഴിഞ്ഞിട്ട് തന്റെ അമ്മ തളർന്നു കിടക്കുവാന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വാ. അപ്പൊ ഞാൻ നോക്കാം. താൻ ഇപ്പൊ പോ. എന്റെ പൊന്നു മേഡം. അല്ല മോനെ എന്താ ചെയ്യണേ? എന്താ പേര്? അഭിജിത്ത്. അഭിജിത്ത് എന്താ ചെയ്യണേ? ഞാൻ +1. സൂപ്പർ ക്യാരക്ടർ പിടിച്ചിട്ട്, സൂപ്പർ വോയിസ്, ആ മോഡുലേഷൻ, തനി ബ്രോക്കർ തന്നെ. അസാധ്യം മോനെ. ഐ റിയലി ലവ്ഡ് യു. ചേച്ചി അഭിജിത്ത് എന്ത് റേഞ്ചിലെ അത് ഗ്രൂമർ സാർ, ജിഷോ സാർ ഒരുപാട് സഹായിച്ചു. സാറിന് ഒരുപാട് നന്ദി. എല്ലാരും അല്ല പിന്നെ അമ്മ ആദ്യമായിട്ടാണോ? എല്ലാരും നല്ല സപ്പോർട്ടാണ്. പേടിക്കണ്ട. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ വേദി ആദ്യമായിട്ടാണോ നിങ്ങൾ അഭിനയിക്കുന്നത്? ആദ്യമായിട്ടാണ്. മോന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്. ഈ എന്താ പറയാ, ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ എങ്ങനെ വായിച്ചു, എങ്ങനെ പഠിച്ചു, എങ്ങനെ എന്ത് ചെയ്തു? നിങ്ങളെ കണ്ടാ തോന്നില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യണത്. അമ്മയും മോനും കാട്ടയ്ക്ക് നിന്നൊരു പെർഫോമൻസ്. പെർഫോമൻസ് എന്നെ ശരിക്കും എന്നാ ചെയ്യുന്നേ? ഞാൻ വീട്ടമ്മയാ, ഒന്നും ചെയ്യുന്നില്ല. അയ്യോ അതായത് പണ്ട് ഇതുപോലെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അഭിനയം ഒന്നുമില്ല. ഹസ്ബൻഡ് എന്താ ചെയ്യണേ? ചെത്ത് കള്ള് കരാട്ട പഠിപ്പിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ 2 പേരെ കണ്ടാ ഞാൻ ഓടും. അങ്ങനെ എനിക്ക് പേടിയായിരുന്നു. 2 പേരെ നേരിട്ട് കണ്ട ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇപ്പൊ ഇത്രയും വലിയൊരു സ്റ്റേജ്. ഇവന്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ദിവസം ഇവൻ എന്നോട് പേനയും പേപ്പറും എടുത്തിട്ട് വന്ന് പറഞ്ഞു, അമ്മ സ്കിറ്റ് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ ചെറുക്ക എനിക്ക് ഗുരുവായാലും തിരിച്ചറിയത്തില്ലടാന്ന്. എനിക്ക് എഴുതാൻ അറിയുന്നത്, എനിക്ക് കോമഡി എഴുതാൻ അറിയണ്ടേ. എന്നിട്ട് പിന്നെ ഇവനങ്ങ് ബഹളം തുടങ്ങി, എഴുതിത്താന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ എഴുതി ഇവിടെ എത്തി. അതുപോലെ തന്നെ മോനെ ഈ സ്കിറ്റ് കളിക്കാൻ ഇത്രയും ആഗ്രഹം എങ്ങനെ ഉണ്ടായി? ഈ ഒരു പ്രായത്തില് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ, അതോ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടാണോ? സ്കൂളിൽ നാടകം ചെയ്തിട്ടുണ്ട് കലോത്സവത്തിന്. പിന്നെ ഈ പരിപാടി 5 വർഷത്തോളമായി ഇത് കാണുന്നു. സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണോ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു സ്കിറ്റ് ചെയ്യണം, എനിക്ക് കോമഡി മാസ്റ്റേഴ്സിൽ വരണം എന്ന് തീരുമാനിക്കുമ്പോ എന്റെ പാർട്ട്ണർ അമ്മയായാ മതിന്ന് എങ്ങനെയാ തീരുമാനിച്ചേ? കൂടെ ഒരാളുണ്ട്. അപ്പൊ അമ്മയാകുമ്പോ ഒരു കുറച്ചും കൂടെ ഒരു അടുപ്പം ഉണ്ടാവില്ല, നമ്മളെ കാര്യങ്ങളെല്ലാം അറിയുന്ന. അപ്പം അമ്മ ചെയ്യുന്നറിയോ? ഇത്ര നന്നായിട്ട് അമ്മ ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് കണ്ട് ഞെട്ടിയിരിക്കുമായിരിക്കും അല്ലേ? ഇനി ഇവരുടെ റീൽസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്ത് തോന്നുന്നു ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട്? വളരെ നല്ലതായിരുന്നു കേട്ടോ. കാരണം കുട്ടീന്റെ ഒരു ഭാവം ഉണ്ടല്ലോ, പഴയ കാലത്ത് നമ്മളെ ജഗതി ചേട്ടനില്ലേ, ആ ഒരു വൈബാണ് നമുക്ക് ശരിക്കും തോന്നിയത്. വളരെ വളരെ നല്ലതായിരുന്നു. സൂപ്പർ. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് കാണണം. അതിനു മുമ്പായിട്ട് നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയെന്ന് ഇനി നോക്കാം. പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി ദുരിതതുണ്ടന താളത്തിൽ ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷായില്ലേ മോനെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, മോന്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അമ്മേനെ പൊന്നുപോലെ നോക്കക്കാരി. ഒരുപാട് കുട്ടികളുണ്ട് ഇതുപോലെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കൂടെ വരാൻ ഒരാളില്ലാത്തത് കൊണ്ട്, അവരുടെ കഴിവിനെ അംഗീകരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവസരം കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മോന്റെ വലിയൊരു അനുഗ്രഹമാണ് അമ്മ. ഞാനും ചെറുതിലെ മുതലേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ എൻ്റെ കൂടെ ഫുൾ ടൈം 24 hours ഇതുപോലെ എൻ്റെ അമ്മ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോൻ ഭാവിയിൽ വലിയ ആളായി കഴിയുമ്പോൾ ഇപ്പൊ അമ്മ മോന് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതുപോലെ ആ പ്രായത്തില് അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും മോൻ നടത്തി കൊടുക്കണം. ഓക്കെ? ശ്വേത ചേച്ചി 30,000 റുപ്പീസ് ആണ് നേടിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ടോക്കൺ അഡ്വാൻസ് അങ്ങ് കൊടുക്കാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം അച്ഛനോട് അന്വേഷണം പറയണം. ഇനി അടുത്ത തവണ വരുമ്പോൾ അച്ഛനെയും കൂട്ടി വരണം. ഇനിയും സ്കിറ്റുകൾ വരണം, തമാശകളും വരണം. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. കോമ്പറ്റീഷൻ ആയിട്ട് വന്നിരിക്കോ? അല്ല സാരി കൊടുത്തേ ഗ്ലാമർ ആയിട്ട് നേരത്തെ പോലെ അങ്ങ് ഇറങ്ങി നിൽക്കുകയാണ്. ആ ചേച്ചി അത് കാണുതി ശ്രദ്ധിച്ചില്ല. ഇപ്പോഴത്തെ എക്സ്പ്രഷൻ എന്താ എക്സ്പ്രഷൻ കാണിച്ചേ? മെയിൻ ആരാന്നൊക്കെ നമ്മളിപ്പോ പറയാൻ പോവാ. അറിയാലോ അല്ലേ? ഇന്നത്തെ എപ്പിസോഡിലെ 2 സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. കുറെ പേര് നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു. ഇനി ഇതിൽ ആരാണ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ? ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? എനിക്ക് തോന്നുന്നു ഒരു ഡൗട്ടില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ.
നിന്റെ അടിയാധാരം ഉണ്ടോ? അടി ഉണ്ടായോന്നോ? എന്തോ ഒരു അടി വെച്ചിട്ടാന്നറിയാവോ അനിയന്മാരുടെ നീ ആധാരം ഒന്ന് മേടിച്ചെടുത്തേ. അതിലാണ് എളിയ അനിയൻ മണല് വഴിപാടി എന്റെ കണ്ണിലേക്ക് എറിഞ്ഞത്. ആ മണല് കോരിയിട്ട ഞാൻ വീട് വെച്ച്. ഞാൻ ഇത് ശരിയാക്കി തരാം. പക്ഷെ തന്റെ അച്ഛനെ അടുത്തറിയാവുന്ന ആരെയും താ പോയി കൂട്ടിയിട്ട് വാ. എന്റെ പൊന്നു മേഡം, ഇതേ കാര്യം തന്നെയാ മേഡത്തിന് മുന്നേ ഇരുന്ന വില്ലേജ് ഓഫീസറും പറഞ്ഞത്. എന്നിട്ട് ഞാൻ എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വന്നു. അന്നേരം ആ സാറ് പറയാ ഇത് അമ്മയാന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരണം. ഞാൻ ആ സാറിന്റെ അമ്മയ്ക്കും വിളിച്ചു എന്റെ അമ്മ സർട്ടിഫിക്കറ്റ് കൊണ്ടാണോ ഇന്ന് ഇവിടെ താൻ വന്നിരിക്കുന്നത്? ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞാൻ ജനിച്ച ആശുപത്രി ചെന്നപ്പോ ആ ആശുപത്രി പൊളിച്ചിരുന്ന സൂപ്പർ മാർക്കറ്റ് പണിതേക്കുവാ. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുവോ? ആ എന്നിട്ട് ഞാൻ അവിടുന്ന് ഒരു പാക്കറ്റ് പയറും മേടിച്ച് വീട്ടിൽ പോയി. എന്തുകൊണ്ട് താൻ ആ ഒരു പാക്കറ്റ് പയറ് മേടിച്ച സമയത്ത് തന്റെ പേരെടുത്ത ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്നത്? ഞാനല്ല, എന്റെ അമ്മയാ. കൺഗ്രാറ്റുലേഷൻ. എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇനി അഭിജിത്ത് മെല്ലെ ഇവിടുന്ന് സെൻട്രൽ സ്റ്റേജ് വരുന്നു. നേരെ നോക്കുമ്പോൾ ദാ അവിടുന്ന് ക്രൗൺ വരുന്നു. ഈ ക്രൗൺ ഈ തലയിലേക്ക് ഇരിക്കുന്നു. റെഡി? അടുത്ത് നിന്നോ. Congratulations, Abhijit! Comedy Masters in the Cutie, the beauty shop in the main, Abhijit! ഈ സന്തോഷം കഴിഞ്ഞിട്ടില്ല, ഒരു സന്തോഷം കൂടി ഉണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടെ അഭിജിത്തിന് നൽകാം. അമ്മയ്ക്ക് കൊടുക്കണം. പെട്ടെന്ന് അഭിജിത്തെ സൈലന്റ് ആയി പോയി. എന്നെ പറ്റി അഭിജിത്തെ? ഞാൻ അഭിജിത്തിനോട് വർത്താനം പറ്റേ. ചേച്ചി അവിടെ നിന്നോ കെട്ടിപ്പിടിച്ചു നിന്നോ. ആ എന്നെ പറ്റി? പ്രതീക്ഷിച്ചില്ല. എന്നെ പ്രതീക്ഷിച്ചില്ല. ഇത് പ്രതീക്ഷിച്ചില്ല. ഒന്നും പ്രതീക്ഷിച്ചില്ല. സ്കിറ്റ് മര്യാദ കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആണോ? ഇപ്പൊ എന്നെ ഈ ഒരു അവസ്ഥയിൽ എന്നാ തോന്നുന്നേ? സന്തോഷം. ആണോ? ക്രൗണൊക്കെ കിട്ടി. അതും വന്ന് കയറി ഫസ്റ്റ് തന്നെ ക്രൗൺ അടിച്ചിരിക്കുകയാണ്. കിടിലം. അപ്പൊ ഇനി ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോവാ. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഇതൊരു കോമ്പറ്റീഷൻ ലെവലാണ് ഈ ക്രൗൺ. അങ്ങോട്ടേക്ക് മുഖത്തേക്ക് നോക്കി എല്ലാവരുടെയും. കണ്ടോ? സന്തോഷം ഉണ്ടെങ്കിൽ അടുത്ത തവണ ക്രൗൺ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ടീമുകളാണ്. ദിസ് ഷുഡ് ബി ഒരു മൈൽ സ്റ്റോൺ. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് കിടിലമായിട്ട് മുന്നോട്ടേക്ക് വരാം. അമ്മേ, ഇത് അമ്മയ്ക്കും കൂടെ ഉള്ളതാണ്. ഓക്കെ, ഹാപ്പി ആയില്ലേ? അപ്പൊ ഈ ക്രൗൺ ഇങ്ങനെ എപ്പോഴും നിലനിൽക്കണം. അതിന് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഓരോ ടീംസിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഓർക്കണം, ഞാനായിരിക്കണം കിങ് എന്നുള്ളത്, ഞാനായിരിക്കണം ബെസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അമ്മേനെയും കൂട്ടിക്കോണേ. അടുത്താണ് അച്ഛനും ഉണ്ടാവണേ. പിന്നെ ഇതൊരു ഫാമിലി പ്രോജക്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരണം. ഗൈസ്, നിങ്ങളിങ്ങനെ നിന്നാ പോരാ, അതിശക്തമായിട്ട് മുന്നോട്ടേക്ക് വരും. ഉറപ്പല്ലേ? എന്നാ നമുക്കിന്ന് മൈൻഡ് ചെയ്താലോ? നമ്മൾ വീണ്ടും കാണോ? എന്നാ അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.